കോട്ടയം ഏറ്റുമാനൂരില് ഭർത്താവിന്റെ ക്രൂരമർദ്ദനത്തിന് മൂലം അമ്മായിമ്മയുടെ മർദ്ദനം മൂലം രണ്ട് കുഞ്ഞുങ്ങളുമൊത്ത് ആറ്റിൽ ചാടി മരിച്ച ജിസ്മോളുടെ വാർത്തയിലുള്ള ഒരു അപ്ഡേഷനാണ്. അതായത് ജിമ്മി എന്ന് പറയുന്ന അവരുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷെ അധികം വൈകാതെ തന്നെ പുറത്തിറങ്ങും. നല്ല പൈസയുണ്ട്. എത്രത്തോളം പൈസയുണ്ട്, അത് എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുന്നതാണ് എന്ന് ഇതാ കഴിഞ്ഞ ദിവസം വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ, അതായത് ചാണ്ടി ഉമ്മനോട് ആ നാട്ടിലുള്ള ആളുകൾ, കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നു ജിസ്മോളുടെ വിഷയത്തിൽ ഒന്ന് ഇടപെടൽ നടത്താൻ കഴിയുമോ എന്നുള്ളത്. അദ്ദേഹം പറയാണ് എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് വെറും രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഒരു അമ്മയ്ക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കും കിട്ടേണ്ട നീതി ഇതാ ഇവിടെ വീഡിയോ ഒന്ന് കാണാം. അയാളുടെ മനോഭാവം എത്രത്തോളാണ് എന്ന് ഒന്ന് മനസ്സിലാക്കാം. അഡ്വക്കേറ്റ് ജിസ്മോൾ കുടുംബക്കളും മരിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവത്തിൽ ഞങ്ങൾ നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. ഗവൺമെന്റ് ആണ് ഉത്തരവാദി. ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ജനകീയ കൂട്ടായ്മ കൂടിയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ അവരുടെ സിറ്റുവേഷൻ എന്താ? അപ്പം ഈ ജിസ്മോൾ എന്ന് പറഞ്ഞ ആള് പഴയ കാലത്ത് കോൺഗ്രസ് നേതാവായിരുന്നു. മുത്തോലി പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ ഈ ജനകീയ പ്രശ്നങ്ങളൊന്നും കോൺഗ്രസ്സുകാർ വളരെ സജീവമായിട്ട് കാണുന്നില്ല. അല്ല, കോടതിയിലല്ലേ കേസ്? കോടതിയിലല്ലേ കേസ്? കോടതി തീരുമാനിക്കട്ടെ. സർക്കാരും അറസ്റ്റ് ചെയ്തല്ലോ. പോലീസ് അറസ്റ്റ് ചെയ്തു. അത് മുഖ്യമന്ത്രിയോട് ചോദിക്കും. മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ. ആദ്യം മുഖ്യമന്ത്രി അല്ലേ പ്രതികരിക്കട്ടെ? എനിക്ക് അധികാരമുണ്ടോ? കോടതിയിലാണ് കേസ് കോടതി പറയട്ടെ. അവർ കോടതി പറയട്ടെ. അല്ല, ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. കേസ് കുറ്റം ചെയ്യുവാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കും. കുറ്റം ചെയ്യുവാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതാണ് കുറ്റം ചെയ്യുവാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇപ്പോൾ എന്ത് എനിക്ക് പറയാൻ പറ്റും? അടിപൊളി. സ്വന്തം നിയോജക മണ്ഡലത്തിൽ നടന്നൊരു വിഷയമാണ്. അവിടുത്തെ വോട്ടർമാരാണ് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം എന്നുള്ളത്. അപ്പൊ പറയാണ് പോയി പണി നോക്കുക എന്നുള്ളത്, പിണറായിയോട് പോയി ചോദിക്കുക എന്നുള്ളത്. വല്ലാത്ത അവസ്ഥയാട്ടോ. ഇതാണ് രാഷ്ട്രീയക്കാര്. യഥാർത്ഥ രാഷ്ട്രീയക്കാരന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. അവര് യഥാർത്ഥ മനുഷ്യന്മാരുടെ പൾസ് അറിഞ്ഞ് സാധാരണക്കാരന്റെ കൂടെ പ്രവർത്തിച്ച് കൊടിപ്പിടിച്ച് മുന്നോട്ട് വന്ന ആളുകളായിരിക്കും. ഇതിപ്പോ അച്ഛന്റെ ആ ഒരു സ്ഥാനത്തേക്ക് മകൻ കയറി വരുന്നു. ഇത് പണ്ട് മുതലേ ഉള്ള സ്ഥാന മക്കത്തായി മരുമക്കത്തായ ഒക്കെ പോലെയുള്ള പരിപാടി കോൺഗ്രസിലാണ് ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവന്നിട്ടുള്ളത്. അതായത് അച്ഛൻ മരണപ്പെടുമ്പോൾ മകനെ നേരെ ആ സീറ്റിലേക്ക് കൊണ്ടുവരും. അല്ലാതെ ഈ മകന് അതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനോ ഒരു ഇടപെടലുകൾ നടത്താനോ കഴിവുണ്ടാവില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ഈ വിഷയത്തിൽ ആ പാവപ്പെട്ട മനുഷ്യന്മാരോട് പറയുന്ന ഒരു ഒരൊറ്റ വാക്കുണ്ട്, ഞാൻ ഇടപെടൽ നടത്താം, ഞാൻ നോക്കട്ടെ. ഈ രണ്ട് വാക്കെങ്കിലും നിങ്ങൾ ചെയ്യില്ലെങ്കിൽ പോലും ഒന്ന് പറയുന്നതല്ലേ അതിൻ്റെതായ ശരി. ഇത് കൃത്യമായിട്ട് ഇതിപ്പോ രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയാണെന്നാണ് ചാണ്ടി ഉമ്മ വിചാരിച്ചിരിക്കുന്നത്. ആ രണ്ട് കുഞ്ഞുങ്ങളുടെ മുഖം ഒന്ന് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ജിസ്മോൾ നിങ്ങളുടെ തന്നെ പ്രവർത്തകയായിരുന്നു, ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അറിയോ? നിങ്ങളുടെ രാഷ്ട്രീയ കൊടി പിടിച്ചവരാണ് അവര്. ആ രാഷ്ട്രീയ കൊടി പിടിച്ചിട്ട് പോലും നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കുന്നു പോലും ഇല്ല. അപ്പൊ പാവപ്പെട്ട ആളുകൾ അത്രയും നാൾ കഷ്ടപ്പെട്ട് സമരപന്തലുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തിക്കും ആ കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടണം, നീതി ഉറപ്പാക്കണം എന്ന് ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ പോലെയുള്ള ചാണ്ടി ഉമ്മന്മാരെ പോലെയുള്ള രാഷ്ട്രീയക്കാര് ഇതിനെ തിരിഞ്ഞു തുപ്പല്ല വേണ്ടത്, അവരെ കൂടെ ചേർത്ത് വെക്കുകയാണ് വേണ്ടത്. എനിക്ക് വളരെ ഡിസപ്പോയിന്റഡ് ആയി ഇത് കണ്ടപ്പോൾ. വളരെ വളരെ മോശമായി പോയി. ഇങ്ങനെയൊന്നും ഇയാൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുന്നു വിചാരിച്ചിട്ട് പോലുമില്ല. ഒരു കാര്യം അന്നേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അച്ഛൻ മരിക്കുമ്പോൾ മകനെ കൊണ്ടിരുത്തുമ്പോൾ മകന് അത്രമാത്രം വകതിരിവ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. തുടർന്ന് കേൾക്കാം. പോലീസ് കണ്ടുപിടിക്കട്ടെ. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും പ്രതികരിച്ചല്ലോ. നിങ്ങൾ ചോദിച്ചോ പ്രതികരിച്ചല്ലോ. നിങ്ങൾ എന്റെ അടുത്ത് ഇതുവരെ ഒരാളും വന്നിട്ടില്ല. പ്രതികരിച്ചു. എന്താ മോനെ, ഹീറോ പരിവേഷം. ആരെങ്കിലും മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് കോൺഗ്രസ്സുകാരെ കൊട്ടിക്കൊണ്ട് നടക്കണട്ടെ ഇയാളെ. നിങ്ങൾ ഇത്രയും നാളെ എന്നെ പ്രതികരിച്ചിട്ടില്ലല്ലോ, എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പ്രതികരിച്ചല്ലോ ഇപ്പോ, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു, ഇത്രയേ ഉള്ളൂ. പിണറായിയോട് പോയി ചോദിക്കാൻ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, കോടതിയിലെത്തിയ കേസാണ് എന്നൊക്കെ. ജിമ്മി എന്ന് പറയുന്ന ആ നികൃഷ്ടജീവി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ മാറി ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഓരോ ദിവസം ഓരോ ആളുകൾ തുറന്നു പറയുമ്പോൾ ഈ ജിസ്മോളുടെ തന്നെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി കാര്യങ്ങൾ പുറത്തേക്ക് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവർ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഒന്നും കൂടാതെ നാട്ടുകാർ പറയുന്നില്ല ആ ഫാമിലിയെ കുറിച്ചിട്ട്. വെരി വെരി ഡിസപ്പോയിന്റഡ്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആ സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തുന്ന ആളുകളെ നമിച്ചു. ഇനിയെങ്കിലും അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ മക്കള് ഈ സ്റ്റേജിലേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുക. അതിനെ എതിർത്തുകൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളെ തന്നെ നിർത്തുക.
അല്ലെങ്കിൽ നമുക്ക് നീതി ഇങ്ങനെ മുഖത്ത് നോക്കി തുപ്പുന്നത് പോലെ നിഷേധിക്കപ്പെടും. ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നു. നിങ്ങൾ മുന്നോട്ട് പോകണം. കോടതി നിൽക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി ആദ്യം രക്ഷാധികാരിയാണ്. മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരി മുഖ്യമന്ത്രിയാ. മുഖ്യമന്ത്രി ആരാ? മുഖ്യമന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം? ഞാനത് സമ്മതിച്ചു. മുഖ്യമന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം? ഒരു ഉത്തരവാദിത്വം വഹിക്കാത്ത വ്യക്തിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. എന്ത് മുഖ്യമന്ത്രി പുള്ളി എന്താ ആക്ഷൻ എടുത്ത്? സാധാരണ മുഖ്യമന്ത്രി ആരാ? ഏതടവേ കോൺഗ്രസ്സുകാരോട് എനിക്ക് ചോദിക്കാറുള്ളത്, ഇയാളെയാണ് നിങ്ങൾ തോളത്ത് കയറ്റി ഇരുത്തി വെക്കുന്നത്. സാധാരണക്കാരാണ് വന്ന് പറയുന്നത്, അവർക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത്, അവർക്ക് വേണ്ടിയാണ് നിങ്ങളെ ജയിപ്പിച്ചാണ്ട് കയറ്റി വിട്ടുള്ളത്. വെള്ളിയിട്ട് AC കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാന് നിങ്ങൾ ഞങ്ങളുടെ പൈസയാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനാണ് നിങ്ങളെ പോലെയുള്ള ആളുകളെ ഞങ്ങൾ ജയിപ്പിച്ചു വിടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, വളരെ വളരെ മോശം. അവരെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ സമരപന്തലുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. ആ സമരപന്തലിന്റെ മുന്നിൽ ഞാനും ഉണ്ടാകുമെന്നാണ് ഒരു പൊതുപ്രവർത്തകൻ പറയേണ്ടത്. നമ്മളൊക്കെ നല്ല രീതിയിൽ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളാണ്. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ആളുകൾക്ക് വേണ്ടിയിട്ട് ഓടി ഉറക്കം ഒഴിച്ചിട്ടൊക്കെ പോയി ചെന്നിട്ട് നിൽക്കാറുണ്ട്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എൻ്റെതായ ഒരു ജീവിതം ഉണ്ടാവും, അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇതാണ് അവസ്ഥ. ഈ നേതാക്കന്മാരെ കണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ അതൊക്കെ കട്ട് ചെയ്തിട്ട് മാറി സ്വയം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. നിങ്ങൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പൊക്കോ, മുന്നേ ഞാനുണ്ടാകും എന്ന് പറയുന്നതിന് പകരമാണ് നിങ്ങൾ അങ്ങോട്ട് ചെയ്തോ, എന്താ ചെയ്തോ. മുഖ്യമന്ത്രിയാണ് എല്ലാത്തിനും ഉത്തരവാദി. മുഖ്യമന്ത്രി എന്താ ചെയ്തെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത സാധനങ്ങളാണ്. എന്നോട് പോലും ഈ സമരസമിതിയുടെ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ കാർപ്പറേറ്റ് വലിയ സമരങ്ങൾ സംഘടിപ്പിച്ച ആളാണ് ഞാൻ ഉൾപ്പെടെ. ഇവരുടെ ഇതുണ്ടാക്കി നമ്മളോട് പോലും ഒന്ന് സഹകരിക്കുന്ന പോലും ചോദിച്ചിട്ടില്ല. ഇത് പൊളിറ്റിക്കലായിട്ടല്ലേ ഇവർ കാണിക്കുന്നത്? തീർച്ചയായിട്ടും. ആരാ പൊളിറ്റിക്കൽ കളിച്ചത്? ആരാണ് ആ സംസാരിച്ച വ്യക്തി? നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ നിങ്ങളെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നിങ്ങൾ ആരാ ചോദിക്കുക? നിങ്ങൾ പൊതുപ്രവർത്തനാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷണിക്കപ്പെടേണ്ടവനാണോ? പൊതുപ്രവർത്തകൻ എന്നുണ്ടെങ്കിൽ പൊതുപരിപാടികളിലേക്ക് അങ്ങോട്ട് ചെല്ലണം. നിങ്ങളെ മാറ്റി നിർത്തി ഇത് രാഷ്ട്രീയ പരിപാടിയാക്കി എന്നുള്ളത്. കോൺഗ്രസ്സുകാർക്ക് വേണ്ടി വോട്ട് ചെയ്ത കോൺഗ്രസ് പ്രവർത്തകർ വന്ന് സംസാരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി വർത്തമാനം പറയുന്നു എന്നാ പറയുന്നത്. ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ളത് കൊള്ളാം. എന്തായാലും നാട്ടുകാർ കുറച്ച് കാര്യങ്ങൾ കൂടി തുറന്നു പറയുന്നുണ്ട്. അതായത് ജിസ്മോളുടെ വീട്ടിൽ പണിക്ക് തരുന്ന മോളി എന്ന് പറയുന്ന വേലക്കാരി, ഈ വേലക്കാരിയുമായി ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെയാണ് ഒരുപാട് ദുരൂഹതകളുള്ളത്. ഇതൊന്ന് കേട്ടു നോക്കേ. വേലക്കാരി പണിക്കൊന്നും പോകുന്നില്ലെന്നാ പറയുന്നത്. വേലക്കാരി പണിക്കൊന്നും പോകുന്നില്ല, ഞാൻ അവിടെ വെച്ച് കാണിച്ച. പക്ഷേ ലോൺ മുഴുവൻ അടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാനലുകാർ അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പം പുള്ളിക്കാരി മുഖം കൊടുക്കുക അല്ലെങ്കിൽ ചാനലിന് ഒരു ഫേസ് തരുവോ ചെയ്തിട്ടില്ല. പക്ഷേ പുള്ളിക്കാരോട് ചോദിക്കുന്നതിന്റെ ഓരോ ചോദ്യത്തിനും എവിടെയെങ്കിലും തപ്പൽ വരുമ്പോൾ മകളാണ് സംസാരിക്കുന്നത്. എന്തിനും മകൾ സംസാരിക്കണം? അത് ന്യായമായ ചോദ്യമല്ലേ? മകളല്ലല്ലോ അവിടെ വീട്ടിൽ വേലയ്ക്ക് പോകുന്നത്, അമ്മയല്ലേ പോണേ. അപ്പം അമ്മയ്ക്കല്ലേ അവിടെ കാര്യങ്ങൾ അറിയാവുന്നത്. അതുപോലെ തന്നെ വേറെ ആൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഫീൽഡ് വർക്ക് ആശായതുകൊണ്ട് ആശാവർക്കറായതുകൊണ്ട് ഫീൽഡിൽ പോകുന്നുണ്ട്. അപ്പം അന്നേരത്തിന് എന്നോട് പറയുക, ഈ മരിച്ച അന്നെന്ന് പറയുന്ന ദിവസം ചൊവ്വാഴ്ച 15-ാം തീയതി പുള്ളിക്കാരി 9-ന്റെ പുല്ലടഞ്ഞ് സാരി വാരി വലിച്ചു കൊടുത്തോണ്ടാണ് ബസ്സെ കയറി പോയെന്ന്. ബസ്സെ കയറി കുറച്ചങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഫോൺ കോൾ വന്നെന്ന് പറഞ്ഞു. ആ ഫോൺ കോൾ വന്ന പുറകെ തണ്ടാശ്ശേരി പോയി പുള്ളിക്കാരി ഇറങ്ങിയിട്ട് തിരിച്ച് മറ്റേ ബസ്സിന് കയറി പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ആശുപത്രി പോകാമെന്ന് പറഞ്ഞ് പോയ ഒരു വ്യക്തിയാണ്. ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടുപിടിക്കുന്നത്. ഇല്ല അങ്ങോട്ട് ചെന്നാലും അവിടെ ആളില്ലെന്നാ പറഞ്ഞത്. MLA തന്നെയാ പറഞ്ഞത് കോടതിയിലെത്തി. കോടതിയിലെത്തിയെന്നുള്ള കാര്യം ഞങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് MLA കോടതിയിലെത്തി എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ് കോടതിയിലെത്തിയെന്നുള്ള ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കോടതിയിലെത്തിയിട്ട് ഞങ്ങൾക്ക് അറിയില്ല. വളരെ വളരെ വലിയ ദുരൂഹതകൾ നാട്ടുകാർ പറയുമ്പോൾ ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കുകയോ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുകയാണ് ഇങ്ങനെയുള്ള നേതാക്കന്മാർ ചെയ്യേണ്ടത്. അവർ വോട്ട് ചെയ്യിപ്പിച്ച MLA ആണ് പറയുന്നത് പോയി പണി നോക്കുക എന്നൊക്കെ. കൊള്ളാം. സ്വന്തം വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ അത് മനസ്സിലാക്കുള്ളൂ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഈ കേരളത്തിൽ സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷിതത്വവും ഇല്ല. ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ ഈ ഭർത്താവിന്റെ ക്രൂര മർദ്ദനം കൊണ്ടും അമ്മായിമ്മയുടെ ക്രൂര മർദ്ദനം കൊണ്ടും ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഒരു വിധി വന്നത്, അമ്മായിമ്മക്കും ഭർത്താവിനും ജീവപര്യന്ത ശിക്ഷക്ക് വിധിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തിനാ? കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടിക്ക് 2 കുട്ടികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര വെള്ളവും അരി കുതിർത്തിയും കൊടുത്തിട്ട് വരുമ്പോ 60 കിലോ ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടി മരിക്കുന്ന സമയത്ത് 5 വർഷം കൊണ്ട് ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് മരിക്കുന്ന സമയത്ത് വെറും 18 കിലോ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിരന്തരമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തായാലും അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആക്ഷൻ കമ്മിറ്റിയിൽ നിന്നും കേട്ട ഒരു വോയിസ് ആണ്. ഈ വോയിസ് ഒന്ന് കണ്ടോക്കെ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട മലയാളികളെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മലയാളികളെയും കേരളത്തെയുമാണ്. ഞാൻ ഇന്നലെ അവിടെ വന്നിരുന്നു. ഞാനവിടെ സംസാരിച്ചതിൽ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിവുണ്ടായി എന്നുള്ളത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മാത്രവുമല്ല, ഇന്ന് ഗ്രൂപ്പിൽ ഞാൻ നോക്കിയപ്പോൾ വളരെ ശക്തമായിട്ട് തന്നെ ജനരോഷം അണുകിട വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്നു എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു.
അതിന് തുടർ നടപടികളും ചർച്ചകളും ശക്തമായിട്ട് തന്നെ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതിലും അതിനകത്ത് തെരുവിൽ ഇറങ്ങി പോരാടാൻ തന്നെ സ്ത്രീ പുരുഷ കുട്ടികൾ ഭേദമന്യേ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് വളരെയധികം അഭിമാനം തോന്നുന്നു. എനിക്ക് ജനങ്ങളോടാണ് സംസാരിക്കാനുള്ളത്. ഇവിടുത്തെ എല്ലാ വ്യവസ്ഥിതികളും ജീർണിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കാണിച്ചു കൊടുക്കുന്നതെല്ലാം കാരണം വലിയ പ്ലാൻഡ് ആയിട്ട് ഒരു മർഡർ നടന്നിട്ട് കൊലപാതകം നടന്നതിന് ശേഷം അതിന്റെ ഭീകര അവസ്ഥയും അതിന്റെ പിന്നിലുണ്ടായ ക്രിമിനൽ കോൺസ്പിറസി, അതായത് ഒരു കൊലപാതകം നടക്കുന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചന, ആ ഗൂഢാലോചനയിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികൾ, ഇവരെയൊക്കെ അതിസമർത്ഥമായി മറച്ചു വെക്കുവാൻ വേണ്ടി CCTV എന്നൊരു നാടകവും മറ്റ് അരാഷ്ട്രീയതയുടെ ചുവകൾ ചേർക്കുന്ന ചാനൽ റിപ്പോർട്ടുകളും ജനങ്ങളുടെ ബ്രെയിനിനെ മാറ്റി മറിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തിടുകയും അതിനെ ജനങ്ങൾ പാനിക്കാക്കുകയും ചെയ്ത് ഇതിന്റെ യഥാർത്ഥ വശത്തിൽ നിന്നും വ്യതിചലിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ചാനലുകാർ അടക്കം ചെയ്യുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ജനങ്ങൾ ഒന്ന് തിരിച്ചറിയണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. നമുക്കിവിടെ വേണ്ടത് ജിസ്മോളുടെ കൊലപാതകവും ആ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നതിന് ഈ പ്രതികൾക്കെതിരെ FIR, ക്രിമിനൽ അതായത് IPC പറഞ്ഞിരിക്കുന്ന കൊലപാതകത്തിന്റെ സെക്ഷൻ തന്നെ ഇട്ട് FIR ഇടുക എന്നതല്ലാതെ വേറെ ഒന്നുമല്ല നമ്മുടെ ആവശ്യം. അതിനെ വ്യതിചലിക്കുന്ന രീതിയിൽ ഇപ്പം CCTV പറഞ്ഞിട്ട് CCTV ഹെൽമെറ്റ് വെച്ച സ്ത്രീ പോയി, അതിനെപ്പറ്റി ചർച്ച നമുക്കുണ്ടായി. അത് തന്നെയാണ് അവരുടെ വിജയം. അത്തരം ചർച്ചകൾ നമുക്ക് വേണം. CCTV വിശ്വാസമില്ല, ഇനി CCTV നമുക്ക് വിശ്വാസമില്ല. നമുക്കുള്ള ഒരേ ഒരു ലക്ഷ്യം, നമുക്ക് ബോധ്യപ്പെട്ട ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരേ ഒരു കാര്യം, ഇത് കൊലപാതകം തന്നെയാണ്, വളരെ നിഷ്ഠൂരമായ പ്ലാൻഡ് കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകികളെ എത്രയും പെട്ടെന്ന് അതിൻ്റെതായ സെക്ഷൻ ഇട്ട്, കൊലപാതകത്തിന്റെ സെക്ഷൻ ഇട്ട് തന്നെ ഇവരെ പൂട്ടി ആ അച്ഛൻ അല്ല നാട്ടുകാർ എല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച ജിസ്മോളുടെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി നല്ല ഒരു നീതി ഉറപ്പാക്കുവാൻ വേണ്ട നടപടിക്രമങ്ങളാണ് സ്പീഡി നാച്ചുറൽ ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇവിടെ അരാഷ്ട്രീയത ദല്ലാളന്മാരുടെ പേര് പറഞ്ഞ് നമ്മൾ സമയം കളയരുത്. നമുക്കതിന് സമയമില്ല. കാരണം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ. ജനങ്ങൾ ഒരുമിട്ടിറങ്ങിയാൽ ഒന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ജനങ്ങളോട് പറയുകയാണ്, ഇന്നലെയും ഞാൻ പറഞ്ഞു, നമ്മൾ സംഘടിക്കണം, നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും. ഈ ഗ്രൂപ്പിൽ ചിലപ്പോൾ ചാരന്മാരുണ്ടായിരിക്കാം, പല കാര്യങ്ങൾ ന്യൂസ് ഏജന്റുമാരുണ്ടായിരിക്കാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധർ ചെയ്യാതെയാണ് നിങ്ങൾക്ക് ഞാൻ വീണ്ടും വോയിസ് ക്ലിപ്പ് തരുന്നത്. ഞാൻ കൂടെ ഉണ്ടാകും. ഇന്നലെ അവിടെ വന്ന് ഒരു ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി തിരിച്ചു വന്ന ഒരാളല്ല ഞാൻ ഇതിനെ വാച്ച് ചെയ്യുകയും ഇതിന്റെ കൂടെ ഉണ്ടാവുകയും നിങ്ങൾക്ക് കാരണം കേരളത്തിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും സേഫ് അല്ല എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ നമുക്ക് തരുന്ന തെളിവുകളാണ്. ഇതൊക്കെ കുഞ്ഞുങ്ങളും അമ്മമാരും സ്ത്രീകൾ സേഫ് അല്ല, കേരളത്തിൽ കുട്ടികൾ സേഫ് അല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇത് വ്യക്തമാക്കി തരുന്നത്. അതുകൊണ്ട് ഇത് ഒരു വലിയ സംഘടിത ശക്തിയായി മാറി കേരളത്തിൽ ശക്തമായിട്ടുള്ള ഒരു എന്താ പറയുക ചരിത്രങ്ങൾ കുറിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റമാക്കി അഡ്വക്കേറ്റ് ജിസ്മോളുടെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി അവരുടെ ഓർമ്മയ്ക്കായി ഇത് നിലനിർത്തണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ശക്തമായി മുന്നോട്ട് പോവുക. എല്ലാതര പിന്തുണകളും നമ്മൾ സോഷ്യൽ മീഡിയ വഴിയെങ്കിലും ചെയ്തു തന്നിരിക്കും. സോഷ്യൽ മീഡിയ ഏറ്റെടുത്താൽ തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും കൃത്യമായ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ CCTV ക്യാമറ ഫുട്ടേജുകൾ കിട്ടിയിട്ട് പോലും ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. ജിമ്മി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജിമ്മിക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടും. പൈസയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ നല്ല അടിപൊളിയായിട്ട് ജിമ്മിയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലാത്ത പക്ഷം ജനങ്ങളുടെ കൂടെ നിൽക്കും. വേറെ ഞാൻ പറയുന്നില്ല. ഇങ്ങനെയുള്ള വാർത്തകൾ ഇനിയും കേൾക്കാതിരിക്കട്ടെ. ഇപ്പൊ ഈ ജിമ്മിയെ അറസ്റ്റ് ചെയ്താൽ പോലും സംഭവിക്കാൻ പോകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കൊലക്കുറ്റത്തിന് കേസ് എടുത്താൽ പോലും ആളെ കൊന്ന ആളുകൾക്ക് പോലും പരോള് കൊടുക്കുന്ന നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരു പിടുത്തമില്ല. ഓക്കെ, വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ദീപ് പോൾ സൈനിങ് ഓഫ്.